ഇവരൊക്കെയാണ് ഈ പാവങ്ങൾ അല്ലേ? പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായി പോയതാ പാവങ്ങൾ. അല്ല സൂപ്രണ്ട്, ഇവര് ഇത് കൂടത്തായി സോളി 6 സൈനൈഡ് കൊടുത്തു വന്നില്ലേ? അയച്ചോ? സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. കഴുത്ത് ഞെരിച്ചും കത്തിക്കുത്തിയും വേദനിപ്പിച്ചല്ലോ കൊന്നത്. അല്പം സൈനൈഡ് കൊടുത്ത് വേദന അറിയിപ്പിക്കാതെ കൊന്നു. പാവം. അയ്യോ, വിഷമിക്കരുതേ. ദാ ഒരു 500 ഇരിക്കട്ടെ. പാവങ്ങളെന്നും എനിക്കൊരു വീക്കൻസാ. സൂപ്രണ്ട്, ഇത് ഭഗവാൻ സിംഗ് നരബലി, കേരളക്കരയെ കിടുകിട വിറപ്പിച്ച ദുർമന്ത്രവാദി. ദുർമന്ത്രോ? എടോ, ഐശ്വര്യം വരുത്താൻ വേണ്ടി ചെയ്തതല്ലേ? പാവം. ഐശ്വര്യം കിട്ടാൻ വേണ്ടി മിണ്ടാപ്രാണികളെ ഒന്നും കൊന്നില്ലല്ലോ. 2 മനുഷ്യരല്ലടോ കൊന്നുള്ളൂ. എന്ത് ചെയ്യാം? ഇതങ്ങോട്ട് വെച്ചു. പാവങ്ങൾ എനിക്ക് എന്നും ഒരു വീക്കൻസാ. സൂപ്രണ്ടേ, ഇതാണ് സാറേ ആ ധീര വനിത. കഷായം, രേഷ്മ ഇത്രയും ബഹുമാനിച്ച പോരെ? എടോ, ജൈവ കൃഷി, ജൈവ പച്ചക്കറി ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാലമല്ലടോ ഇത്. അതിന് മുൻതൂക്കം കൊടുത്ത് ജൈവികമായ കഷായം കൊടുത്ത് കൊന്നല്ലേ ഉള്ളൂ, അല്ലാതെ കെമിക്കലൊന്നും ചേർത്തില്ലല്ലോ. പാവം. ഇതിരിക്കട്ടെ. പാവങ്ങൾ എന്നും എനിക്കൊരു വീക്കൻസാ. ഇതെന്താടാ ഇവിടെ 200? അതാണ് ഈടെ വക സ്പെഷ്യൽ. സൂപ്രണ്ട്, ഇയാള്? ഇത് മുണ്ടക്കൽ ശേഖരൻ. താനെന്തോട് കളിയാക്കണോ? സാറേ, ഈ ഒറ്റക്കയ്യം പ്രതി ആരാന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ഇതാ സാറേ അരവിന്ദച്ചാമി. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നില്ലേ ഒരു പെങ്കൊച്ചിനെ? അവനായത്. എടോ, ട്രെയിനിന്ന് തള്ളിയിട്ടല്ലേ ഉള്ളൂ, ട്രെയിൻ കയറ്റി കൊന്നില്ലല്ലോ. പാവം. എന്തായാലും നീ അങ്ങ് തടിച്ചു കൊഴുത്ത് സിനിമാ നടന്റെ കൂട്ടായാലോടാ. അങ്ങനെയൊന്നുമില്ല സാർ. ഇതെന്നാടാ ഒരു കറുത്ത മറുക? എല്ലാരും പറഞ്ഞു സാർ സുന്ദരനായെന്ന്. ഇത് കണ്ണു കിട്ടാതിരിക്കാനാണ് സാർ. ഒരു കൈയില്ലാതെ നീ എങ്ങനെ ജീവിക്കും? എങ്ങനെ സമ്പാദിക്കും? അത് മുഴുവനും കിടോ. നീ ഇത് വച്ചോ. പാവങ്ങൾ എന്നും എനിക്കൊരു വീക്കൻസാ. എല്ലാ പൈസയും അങ്ങനെ വാരിക്കൊടുത്ത എങ്ങനെ നേതാവ് ശരിയാവുന്നേ? ഞാനും പാവല്ലേ. ഈ കഷ്ടപ്പാടൊക്കെ തയ്ച്ച് നിങ്ങൾ പുറം നടക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പൂർത്തിയായിട്ട് പാടില്ല. ഞാനും ജയിലിൽ പോയിട്ട് വല്ല പാവമായിട്ട് ജീവിച്ചോളാം. നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഞാൻ എന്റെ പാർട്ടിക്കാരെ തന്നെ ഈ പാവത്തിന് നീ മനസ്സിലാക്കിയില്ലോടാ.